നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. നിലവിലുള്ള എല്ലാ ക്യാമ്പയിനുകളും സംയോജിപ്പിച്ച ഏപ്രിൽ മുതൽ അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ഈ മാസം 30-ന് ഉന്നതതല യോഗം കർമ്മപദ്ധതി തയ്യാറാക്കും. LP ക്ലാസ് മുതൽ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ രൂപരേഖ തയ്യാറാക്കാൻ വിവിധ വകുപ്പുകളുടെ സംയുക്ത സമിതി. കുട്ടികളെ കായിക രംഗത്തേക്ക് അടുപ്പിക്കാൻ കൂടുതൽ പരിപാടികൾ. ലഹരി വിൽപ്പന നടത്തുന്ന കടകൾ അടച്ചുപൂട്ടിക്കും. കൊറിയർ സർവീസുകൾ, പാഴ്സലുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങളിലും പരിശോധന കർശനമാക്കും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തൃശൂർ പൂരം വെടിക്കെട്ടിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത്. പുതിയ കേന്ദ്ര നിയമങ്ങൾ ദേവസ്വങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നത്. പൂരം സുഗമമായി നടത്താൻ നടപടി വേണമെന്ന എല്ലാ വകുപ്പുകൾക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പുതിയ നിയമം അനുസരിച്ച് വെടിക്കെട്ട് പുരയിൽ നിന്ന് 200 മീറ്റർ മാറ്റി വെടിക്കെട്ട് നടത്തണം. ഇത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷാകാലത്തിന് ബുധനാഴ്ച സമാപനം. കുട്ടികൾക്ക് വലിയ ആഹ്ലാദം പകർന്നു നൽകുന്ന ദിനമായി മാർച്ച് 26. ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിട്ടാൽ സന്തോഷത്തിന്റെ കാറ്റുപോകും. ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. ജില്ലയിൽ പ്രശ്നസാധ്യതയുള്ള 5 വിദ്യാലയങ്ങൾ പ്രത്യേക നിരീക്ഷണത്തിൽ. കുട്ടികൾ പൊതുമുതൽ നശിപ്പിച്ചാൽ ചെലവ് രക്ഷിതാക്കൾ നൽകണം. ജലനിധി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുഴൽ കിണർ കുഴിക്കുന്നതിനെ ചൊല്ലി തർക്കം. സമിതി പ്രസിഡന്റിന് വെട്ടേറ്റു. കല്ലമ്പാറ പല്ലിക്കാട്ട് കൊച്ചുവീട്ടിൽ 61-കാരൻ മോഹനന് കയ്യിൽ ആഴത്തിൽ പരിക്ക്. ചുമട്ട് തൊഴിലാളി ചേലക്കര തടത്തിൽ 50-കാരൻ ഏലിയാസ് ഒളിവിൽ. വെട്ടിയത് തന്റെ കിണറ്റിലെ വെള്ളം വറ്റുമെന്ന് ആരോപിച്ച. നാട്ടിലാകെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉൾപ്പെടെയുള്ള മാരക വിപത്തുകൾക്കെതിരെ പ്രതിരോധവുമായി ജനകീയ കൂട്ടായ്മ. ബോധവൽക്കരണ യജ്ഞവുമായി പുതുരുത്തി കിഴക്കേ ചിങ്ങപുരത്ത് ജനകീയ ജാഗ്രതാ സദസ്സ്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുള്ളവർ കണ്ണികളായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ചരൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. കെട്ടിടത്തിന്റെ സ്ഥിരത സംബന്ധിച്ച പാലക്കാട് IIT പഠനം നടത്തുകയാണെന്ന് സർക്കാർ കോടതിയിൽ. പഠനകാലാവധി എത്ര നാളെന്ന സർക്കാരിനോട് കോടതിയുടെ ചോദ്യം. വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറൽ. കൃത്യമായ മറുപടി വേണമെന്ന കോടതി. വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കര സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന ചേലക്കര MLA UR പ്രദീപ്. പ്രാദേശിക തലത്തിൽ മാധ്യമ പ്രവർത്തകർ നടത്തുന്നത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടം. ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുമെന്ന MLA. മാധ്യമ പുരസ്കാര ജേതാക്കൾക്കും കുടുംബശ്രീ ഫോട്ടോഗ്രാഫി സംസ്ഥാന അവാർഡ് ജേതാവ് മണി ചെറുതുരുത്തിക്കും കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ആദരം. തിരൂരിൽ ക്ഷേത്രഭരണ സമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി പൊതുപ്രവർത്തകർ. ആനപ്പറമ്പിന്റെ പേരിൽ നടന്ന ഭൂമിയിടപാടിൽ 1 കോടിയോളം രൂപ തട്ടിയെടുത്തതായി കുറ്റപ്പെടുത്തൽ. 4 ദേശങ്ങളിലെ 34 പേർ DIGക്ക് പരാതി നൽകി. വടകുറുമ്പക്കാവ് ക്ഷേത്രഭരണ സമിതിക്കെതിരെയാണ് ആരോപണം. റീൽസ് ചിത്രീകരണത്തെ ചൊല്ലി തർക്കവും കൊലയും. കൊല്ലപ്പെട്ട അക്ഷയിനെ ഒഴിവാക്കി റീൽസ് ചിത്രീകരിച്ച യുവാവിന് വധഭീഷണിയുമായി ഫോൺ കോൾ. പെരുമ്പിലാവിൽ തുടർ സംഘർഷങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക. അതീവ ജാഗ്രതയുമായി കുന്നംകുളം പോലീസ്. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള വാഴാനി ഡാമിന്റെ കിണർ ഷട്ടറുകളിൽ ചോർച്ച ശക്തമാകുന്നു. 2021 നവംബറിൽ പഠനം നടത്തി ഡാം സുരക്ഷാ ചെയർമാൻ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഫ്രീസറിൽ. മണ്ണും ചെളിയും അടിഞ്ഞ ഡാമിന്റെ സംഭരണശേഷിയിലും ഇടിവ. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യം. തൊള്ളൂർ പഞ്ചായത്തിലെ കിഴക്കേ അങ്ങാടി അങ്കണവാടിക്ക് പുതിയ കെട്ടിടത്തിന്റെ മഹിമ. പൊതുപ്രവർത്തകൻ പുറത്തൂർ ജേക്കബ് സൗജന്യമായി നൽകിയ 3 സെന്റ് ഭൂമിയിൽ തല ഉയർത്തി കെട്ടിടം. സേവർ ചിറ്റലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 18 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യ വികസനം. MLA നാടിന് സമർപ്പിച്ചു. ഭൂമി നൽകിയ ജേക്കബിന് ആദരം.